നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. സാറ് ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമെങ്കിലും ഇട്ടുകൊണ്ട് നമ്മുടെ മധ്യ ഏഷ്യയിൽ സമാധാനം മടങ്ങി വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഇറാൻ സംഘർഷം, അമേരിക്ക ഒരു സമാധാന കരാറിൻ്റെ ഡിജിറ്റൽ ഒപ്പ് ഇട്ടു. നാളെയോ മറ്റോ ആണ് കരാറ് പ്രാബല്യത്തിൽ വന്ന് നേരിട്ട് ഒപ്പിടുന്നത്. നമുക്ക് ഒരു ശുഭകരമായ ഭാവി ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വെടിനിർത്തൽ ഇത് താൽക്കാലികമാണോ, അതോ ഇത് കുറേ നാൾ നീണ്ടു നിൽക്കുമോ, അതോ ഈ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ സമാധാന കരാറിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു അന്ത്യം സംഭവിക്കുമോ? എന്താണ് സാർ അങ്ങയുടെ വിശകലനത്തിൽ എന്താണ് തോന്നുന്നത്? പ്രശാന്ത്, ഇന്ന് ഈ സംഗതികൾ നമ്മൾ നോക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ, ഇത് തുടക്കം ഇവിടുന്ന ഇസ്രയേലിൻ്റെ തുടക്കം. ഇസ്രയേലിൻ്റെ അവിടെ October 7 കുമാരിടിച്ച് കയറി ഒരുപാട് പേരെ കൊല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്ത് എല്ലാവർക്കും അറിയാമല്ലോ. അതാണ് തുടക്കം. മര്യാദയ്ക്കിരുന്ന ഇസ്രയേൽ അല്ലെങ്കിൽ ഒരു സിംഹത്തിനെ കുമാരി പോയി ചൊറിഞ്ഞിളക്കി. പിന്നെ കിടന്ന് കിയോ എന്നും മറ്റേ ഹമാസൊക്കെ കിടന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അവരെ ആക്രമിച്ച് ആണ് തുടങ്ങിയത്. ഈ പലസ്തീനിൽ ഇത് കൊടുത്തതാണ് അവർക്ക് സ്വയംഭരണമല്ല, അതെ സ്വയംഭരണം തന്നെ. അവരെ പ്രത്യേക രാജ്യമൊന്നും ഇസ്രയേൽ കൊടുക്കില്ല. അവർക്ക് ഇലക്ഷനൊക്കെ നടത്തി അവർ സൗകര്യം പോലെ നടത്തട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുത്തു. ഗാസയിൽ അവിടെ ഈ തീവ്രവാദികളായ ഹമാസ് പിടിച്ചടക്കി അവർ തോന്നിയാസം കാണിച്ച് ഈ വലിയ ലാബ്രിന്ത് പോലത്തുള്ള ഭയങ്കര തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ ഇസ്രയേലിൽ പോലും അവർ പോലും അന്തമിട്ടു. ഇത്രയും അവർക്ക് മോണിറ്ററിങ്ങും മറ്റേ ഇതെല്ലാം ഉണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ഈ ഭൂമിക്കടിയിൽ നടന്ന രാവണക്കോട്ട അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം അതെല്ലാം കണ്ടുപിടിച്ച അപ്പം അവിടെ നിന്നാണ് തുടക്കം. അതിനിപ്പം കൗണ്ടറായിട്ട് ഇറാൻ്റെ ആളുകൾ പറയും അത് ഇസ്രയേൽ അവിടെ നിൽക്കാൻ പാടില്ല, ഇസ്രയേൽ ഈ ഭൂമുഖത്തും തന്നെ പോകണം. അതൊക്കെ നടക്കണ കാര്യമല്ലല്ലോ. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ജനിച്ചവർക്കെല്ലാം ഇവിടെ ജീവിക്കാനുള്ള അവകാശം. അപ്പോൾ അല്ല, ജനിച്ചവർക്കെല്ലാം ജീവിക്കാൻ അവകാശം എന്ന് പറഞ്ഞാൽ പിന്നെ PLO പാലസ്റ്റൈൻ പറയും ഞങ്ങളിവിടെ ജനിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രത്യേക രാജ്യമാണ്. ജീവിക്കാൻ അവകാശമുണ്ട്, പക്ഷെ സെപ്പറേറ്റ് രാജ്യം. നമ്മുടെ കാശ്മീരും പഞ്ചാബ് ഒക്കെ ഈ വിഷയം, മണിപ്പൂരും ഒക്കെ ഈ വിഷയം ഇതുപോലുള്ള വിഷയങ്ങളാണല്ലോ. അവർക്ക് സെപ്പറേറ്റായി പോയാൽ കൊള്ളാമെന്നുണ്ടല്ലോ. ഖാലിസ്ഥാനും മറ്റതൊക്കെ അങ്ങനെയല്ലേ? അത് പറ്റില്ലല്ലോ. ഒന്നാമത് കേരളത്തിൻ്റെ കോഴിക്കോട് വരെയുള്ള ദൂരം ഇസ്രയേലുള്ളൂ. ഇത്ര നീളേ ഉള്ളൂ. കോഴിക്കോട് വരെ ഉള്ള അത്രയേ ഉള്ളൂ. വീതിയും വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ അതിനകത്ത് പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ അതെന്തോന്ന് കഷ്ടമാണ്. അതിൻ്റെ ചുറ്റും 53 രാജ്യങ്ങളില്ലേ മുസ്ലിങ്ങളുടെ, അവരെല്ലാം കൂടെ ഒരു 10,000 വെച്ചങ്ങ് എടുത്താൽ പോരെ, ഈ പ്രശ്നം തീരുമല്ലോ. ഈവൻ ഗാസ സ്ട്രിപ്പ് പോലും ഇത് ഈജിപ്തിൻ്റെ കയ്യിലായിരുന്നു. ഈജിപ്റ്റ് ശല്യം സഹിക്കാൻ വയ്യാതെ ഇതിനെ ഒഴിച്ചു വിടുക. അവർ അറബികളാണ് ഈജിപ്റ്റ്. അവരെടുക്കാത്ത 100 ലക്ഷം പേരെ, ആകെ 20 ലക്ഷമല്ലേ ഉള്ളൂ. അവരെടുക്കാത്ത 100 ലക്ഷം ആരും എടുക്കില്ല. കാര്യം ഇത് ഇവന്മാർ വലിയ ശല്യമാണ്. ഇവർ റിലയബിൾ അല്ല. കുവൈറ്റികൾ ഇവരെ ഒരുപാട് സഹായിച്ച്, പാവങ്ങൾ റൊട്ടി അപ്പം എന്നൊക്കെ കിടന്ന് നിലവിളിച്ച് പട്ടിണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുവൈറ്റ് ഗവൺമെൻറ്, ഞാൻ പറയുന്ന ഗൾഫ് വാർ, അമേരിക്കയുടെ ഗൾഫ് വാറിൻ്റെ സമയത്ത് കുവൈറ്റികൾ ഒരുപാട് ഉദ്യോഗം കൊടുത്തു. ഈ അവിടെ കുവൈറ്റുകളെയൊക്കെ വിളിച്ച് നിർത്തി ഉദ്യോഗം കൊടുത്തു. അവസാനം സദാം ഹുസൈൻ എനിക്ക് സപ്പോർട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ സദാം ഹുസൈൻ കയറിയപ്പം ഈ കുവൈറ്റുകൾ അന്തം വിട്ടു. ഈ പാലസ്റ്റൈൻസാണ് ഫ്രണ്ടിൽ നിന്നിട്ട് ഇതുകൊണ്ട് ആ സ്വർണ്ണക്കട, ഈ വീട്ടിൽ ഇത്ര സ്വർണ്ണമുണ്ട്, ഈ പട്ടാളക്കാർക്ക് കാണിച്ചു കൊടുത്തത്, ഈ പാലസ്റ്റൈൻ്റെ പട്ടാളക്കാർക്ക് വഴി കാണിച്ചു കൊടുത്തതാണ്.
അങ്ങനെ കുവൈറ്റുകൾ തിരിച്ചു വന്ന് ഇവന്മാരെല്ലാം അടിച്ച് പുറത്താക്കി. അപ്പോൾ ഇവർ മോസ്റ്റ് അൺറിലയബിൾ, പാല് കൊടുത്ത കൈക്ക് തന്നെ അങ്ങനെ ഒരു മോസ്റ്റ് ഡിസ്ലോയൽ ആയിട്ടുള്ള ഫെയ്ത്ത്ഫുൾ അല്ലാത്ത ഒരു ജനതയാണ് ഇവർ പാലസ്റ്റീനിയൻസ്. നല്ലവരതിനകത്ത് കാണും, പക്ഷേ ഇസ്രായേൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തത് എന്താണ്? വോല്യം മിലിഷ്യയൊക്കെ ഫോം ചെയ്ത് തുരങ്കമൊക്കെ ഉണ്ടാക്കി അതല്ലേ ചെയ്തത്. അവർ മര്യാദയ്ക്ക് അപ്പുറത്തെ വെസ്റ്റ് ബാങ്ക് ഉണ്ടല്ലോ, വെസ്റ്റ് ബാങ്ക് ജെറുസലേം ഒക്കെ ഉള്ള അവിടെ മര്യാദയ്ക്ക് ആൾ ഭരിക്കുന്നുണ്ടല്ലോ പാലസ്റ്റീനിയൻസ്. അപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ? ഇത് ഇറാൻ പിടിച്ചടക്കി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ യാസർ അറഫത്താണ് ഈ ചതി ചെയ്തത് ഈ പാലസ്റ്റീനിയൻസിൻ്റെ കൂടെ. ഈ യാസർ അറഫത്ത് അവരുടെ നേതാവായിരുന്നു ഈ പാലസ്റ്റീനിയൻസിൻ്റെ. യാസർ അറഫത്ത് ഓസ്ലോ കരാർ ഒപ്പിടുന്നതിൻ്റെ തലേ ദിവസം യാസർ അറഫത്ത് എന്ത്, ഞാൻ ഓസ്ലോ കരാർ ഒപ്പിട്ടിരുന്നെങ്കിൽ ഈ പാലസ്റ്റീനിയൻസ് ഇവരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇയാൾ മാറിക്കളഞ്ഞു യാസർ അറഫത്ത്. നമ്മുടെ പ്രേക്ഷകരും പലരും അത് മറന്നുപോയി, അത് ഞാൻ ഓർപ്പിക്കാൻ കൂടെയാണ്. അയാൾ മാറിക്കളഞ്ഞു. അയാൾ മാറി നേരെ ഇറാൻ്റെ പക്ഷത്ത്, അതായത് അറബികളാണ് ഇത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാലസ്റ്റൈൻ അറബികളെയും ചതിച്ച് പിന്നെ പാലസ്റ്റീനിയൻസിനെയും ചതിച്ച് യാസർ അറഫത്ത് ഇറാൻ്റെ കൂടെ കൂടി. അന്ന് തൊട്ട് ഇറാൻ അവിടെ ഇടങ്കോലല്ല, ടെററൈസ് ചെയ്ത് ഭീകരാക്രമണം പോലെ അവരുടെ കുറേ പ്രോക്സീസ് ഉണ്ട് ഈ ഇറാൻ്റെ കയ്യിൽ. ഈ പ്രശ്നം ഈ ഇറാൻ എന്ന് പറയുന്നത് ഈ അറബികളെ പോലെ വെറും എണ്ണ മാത്രം ഉള്ള രാഷ്ട്രമല്ല. അവർക്ക് അതർ നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, അവരുടെ റൈസ് DNA വ്യത്യാസമുണ്ട്. നമ്മളുമായിട്ട് വലിയ സാമ്യമുള്ള ഒരു റൈസാണ് ഇറാനിയൻസ്. പിന്നെ അവർ വലിയ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഉടമയാണ്. ഒരു വളരെ നീണ്ട പാരമ്പര്യത്തിന് വലിയ ട്രഡീഷണലായിട്ട് കാണാൻ സുന്ദരന്മാർ ഇതൊക്കെയാണ്. പക്ഷേ അവരെന്തോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോക്സീസ് ഉണ്ടാക്കി ഇസ്രായേലിനെ തൊലയ്ക്കും, ഇസ്രായേലിനെ കത്തിക്കും. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു USA. ഇപ്പോൾ USA വിടുക, നമുക്കിപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം പറയാം. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഹുത്തി യമനിലെ ഹുത്തികൾ, പിന്നെ ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെറിഫിക് ആർമിയുള്ള ഭീകരനും റെഗുലർ ആർമി എല്ലാം കൂടെ ചേർന്നാണ്. ദേ വെൽ ട്രെയിൻഡ്. പാകിസ്ഥാനിലാണ് കൊണ്ട് അവരെ ട്രെയിനിങ് കൊടുക്കുന്നത്. പാകിസ്ഥാൻ ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ പല പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുള്ളതാണ്. 70 മില്യൺ ആണ് ഇവർക്ക് ഇയർലി കൊടുക്കുന്നത് ഇറാൻ. അപ്പോൾ ഇറാൻ ഇത്രയും വലിയ സംസ്കാരം ഇതൊക്കെ ഉണ്ടായിട്ട് അവർ അത് നേരാമണ്ണം ഉപയോഗിക്കാതെ ഈ ഭീകരന്മാർക്ക് വിരിച്ചു കൊടുക്കുകയാണ്. 10-15 ഭീകര സംഘടനകളുണ്ട് ഇവർക്ക്. ഹമാസ്, ഹൗത്തീസ്, പിന്നെ ഹമാസ്, ഹിസ്ബുള്ള, പിന്നെ ഈ ഇറാഖിൽ അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ഷിയാത്തുക്കളാണ്, സുന്നികളാണ്. അപ്പോൾ അവിടെ ഷിയ ഭൂരിപക്ഷമാണ് ഇറാഖിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഇറാൻ അവിടെയും ഒരു 5 ഭീകര സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. സുന്നികളെ എന്ന് പറഞ്ഞാൽ അവരെ സ്ഥാനഭ്രഷ്ടരാക്കി. ഇറാഖിന്റെ ഇപ്പോഴത്തെ ഭരണത്തെ സ്ഥാനഭ്രഷ്ടരാക്കി. ലേറ്റസ്റ്റ് 1 മാസത്തിന് മുമ്പ് എനിക്കൊന്നും ഷിയ പ്രൈം മിനിസ്റ്ററുടെ വന്നെന്ന് തോന്നുന്നു. എന്നാലും അവർ അമേരിക്കയുടെ സപ്പോർട്ടുള്ളതാണ് അവിടുത്തെ ഭരണകൂടം. അപ്പോൾ അവരെ അട്ടിമറിക്കാൻ ഇനി ഒരേ സമയം എവിടെയെല്ലാം പണിയെന്നറിയാം. പിന്നെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത പാകിസ്ഥാനിൽ സൈനാബിയൂൺ, ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചപ്പോൾ കിട്ടിയാണ്. സൈനാബിയൂൺ എന്ന് പറഞ്ഞ ഒരു ഭീകര സംഘടന ഈ പ്രോക്സി ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇറാൻ. അത് ഷിയാക്കളുടെ ഭീകര സംഘടനയാണ് പാകിസ്ഥാനകത്ത്. അത് നമുക്ക് നല്ലതാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഇവർ ഇനി പിന്നെ ബഹ്റൈനിൽ, സൗദിയിൽ ഇവർ ഭീകര സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ലീപ്പർ സെല്ല്. അപ്പോൾ ഇവർക്ക് ഈ കിട്ടുന്ന പൈസ, ഈ എണ്ണ വിറ്റ് കിട്ടുന്ന പൈസ കഷ്ടിച്ച് 10 കോടി ജനങ്ങളെ എവിടെ ഉള്ളൂ. അവർ ആ ജനങ്ങൾക്ക് കൊടുക്കാതെ
ഇതുപോലുള്ള ഭീകരന്മാരെ വളർത്തുക, ഇസ്രായേലിനെ തൊലച്ചിട്ട് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ എത്ര ജന്മം ജനിച്ചാലും ഇസ്രായേലിനെ തൊലയ്ക്കാൻ പറ്റില്ല. അത് വംശം വേറെയാണ്. പിന്നെ ചിരിക്കാനുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ഫ്ലവർ എന്ന മറ്റാണ് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾ വിശ്വസിക്കില്ല. അതായത് ഷാ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഈ തലക്കെട്ടുകാരൻ വരുന്നതിന് തൊട്ട് മുമ്പ് കൊമേനി 70s ലേറ്റ് 70s ഓപ്പറേഷൻ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് ഇറാനും ഇസ്രായേലും കൂടെയാണ് ഗവേഷണം നടത്തുന്നത്. അത്ര അടുപ്പമായിരുന്നു. സാറ് പറഞ്ഞ ശരിയാണ്, കേൾക്കുമ്പോൾ ചിരി വരും. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സ്ഥാനത്തുനിന്ന് ഇപ്പൊ എന്താ സംഭവിച്ചത്? പരസ്പരം ഇപ്പൊ എന്താ സംഭവിച്ചത്? കീരിയും പാമ്പിന്റെ അല്ല, നാശം. ഈ ഇറാനകത്തുണ്ടായ നാശം അത് ആര് കോമ്പൻസേറ്റ് ചെയ്യും? ഇവര് തന്നെ. ഈ റിലീസ് ചെയ്ത മറ്റേ $1 ബില്യൺ കൊടുത്തെന്നും പറഞ്ഞാൽ അതൊന്നും തീരില്ല. $1 ട്രില്യൺ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. $200 ബില്യൺ അമേരിക്ക കൊടുക്കുന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അത് വീണ്ടും അവിടെ കുറച്ച് സഹായം കുറച്ച് നാളായിട്ട് കൊടുക്കുന്നില്ല. അവർ സ്വപ്പം വീക്കാണ് എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയെ വീണ്ടും റിവൈവ് ചെയ്യാനേ നോക്കുള്ളൂ. പിന്നെ സിറിയയിലുണ്ട് ഇവർക്ക്. പിന്നെ ആസാദ് എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇപ്പോൾ റഷ്യയിലേക്ക് ഒളിച്ചോടി. ഈ ആസാദിനെ പ്രോപ്പപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയത് ഇതെല്ലാം പൈസയല്ലേ? എല്ലാം ഇറാനിയൻ പൈസയാണ്. അതേസമയം ദുബായും മസ്കറ്റും അബുദാബിയും സൗദിയൊക്കെ ചെയ്യണം നോക്ക്. അവർക്ക് കിട്ടുന്ന പൈസ കൊണ്ട് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ബെസ്റ്റ് ഉദാഹരണം UAE ആണ്. അതൊരു വലിയ രീതിയിൽ സൗദിയേക്കാളും നല്ല ദുബായാണ് ഇൻവെസ്റ്റ്മെന്റ്. എല്ലാവരും ബിസിനസ് കേന്ദ്രം. ഇറാന് അവിടെ എത്രയോ ബില്യൺ, എനിക്കൊണ്ട് 100 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇറാന്. അതാണ് UAE പറഞ്ഞത്, ഇനി ഇവിടെ മിസൈൽ വീണ പൈസ ഒറ്റ എണ്ണം തരില്ല എന്ന് പറഞ്ഞു. ഇറാന്റെ അടുത്തോ ഞങ്ങൾ തരില്ല, ഫ്രീസ് ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം മിസൈൽ അയച്ചില്ല. അപ്പം അവർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അയച്ചു വയ്ക്കണം. അതിൻ്റെ 10 ഇരട്ടി ബ്യൂട്ടിഫുള്ളായിട്ടും എക്സലൻ്റ് ആയിട്ടും ഡെവലപ്ഡ് കൺട്രി ആയിട്ട് ഇറാനെ മാറ്റാമായിരുന്നു. പക്ഷേ കഷ്ടകാലത്തിന് തലക്കെട്ടുകാരാണ് അത് ഭരിക്കുന്നത്. അതിനെ തൊലച്ച് നാശമാക്കി ഇതുപോലുള്ള പ്രോക്സീസിനെ ഉണ്ടാക്കി ഈ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യണം. ഇപ്പം നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു 6 മാസത്തേക്കെങ്കിലും ഒരു സമാധാനം അല്ല. അപ്പം അതുകൊണ്ട് ഈ ഇസ്രായേലികൾക്ക് ദൈവത്തിനടുത്ത് പോയാൽ എന്നാണ് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാതിരിക്കുന്ന ഒരാഴ്ച കിട്ടുന്നത് എന്ന് ഒരു യുദ്ധമാണ്. ജപ്പാനിൽ എന്നും ഭൂകമ്പമാണ്. അവിടെ ഭൂകമ്പം ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ടെൻഷനാണ്. ഭൂകമ്പം ഉണ്ടാകാത്ത ദിവസം ടെൻഷനാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന് യുദ്ധം ഉണ്ടാകാത്ത അത് ഒരു വാർ റേസാണ്. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ആരെയും കയറി അങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിലും ഇപ്പം എല്ലാവരും കയറി അങ്ങനെ അവരെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇസ്രായേൽ ഇതിനകത്ത് ഒരു മെയിൻ കക്ഷിയാണ്. ഇസ്രായേൽ, USA ആൻഡ് ഇറാൻ, ഈ 3 പേര് തമ്മിൽ. അപ്പോൾ ഇത് തുടക്കം അവരാണ്, അപ്പോൾ അവസാനവും അവർ തന്നെയാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ഇല്ലാത്ത ഈ കരാർ ഇത് നിൽക്കില്ല. കാര്യം ഇസ്രായേൽ ഇപ്പൊ തൽക്കാലം ഈ കരാർ ബലപ്പെടണമെങ്കിൽ ഇതിനകത്ത് ഇസ്രായേൽ വേണം. അതല്ലെങ്കിൽ അത് എങ്ങനെ ശരിയാവും? അല്ലെങ്കിൽ മര്യാദയ്ക്കിരിക്കണം ഈ തലക്കെട്ടുകാർ പറഞ്ഞാൽ ശരി, അത് ഇസ്രായേൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, തൊലഞ്ഞു പോട്ടവന്മാർ, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. അതല്ലല്ലോ ഇപ്പം ഈ ട്രംപുമായിട്ട് ഉടക്കി നിന്നത്. പ്രധാനപ്പെട്ട ഒരു സംഗതി ലബണനിലൊന്നും ചെയ്യരുന്നു ഇസ്രായേൽ, അതായത് ഹിസ്ബുള്ളൊന്നും ചെയ്യരുന്നു. അതായത് നമ്മുടെ ശ്രീലങ്കയിലോ മാലിയിലോ ഒരു 3-4 ഭീകര സംഘടനകൾ അവിടെ നിന്ന് ദിവസവും ICBM ഒക്കെ ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ചർച്ച വന്നപ്പം ആ മറ്റേ പാകിസ്ഥാൻ പറയാണ് ചർച്ചയൊക്കെ ആകാം, പക്ഷേ മാലിയിലെയും ശ്രീലങ്കയിലെയും ഭീകര സംഘടന തൊട്ട് കളിക്കരുത്. ലബണൻ വേറൊരു രാഷ്ട്രമാണ്. ഈ ഇറാൻ എന്തോന്ന് കാര്യം? ലബണൻ ഇസ്രായേലും ലെബനനും തമ്മിൽ അത് ഇസ്രായേൽ ലബണനും തീർന്നു. പിന്നെ ഇസ്രായേലിൻ്റെ ആജന്മ ശത്രുക്കളാണ് ഈ ഹിസ്ബുള്ള. അപ്പോൾ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് ലബണൻ. നിങ്ങൾ തൊട്ട് ലത്താനി റിവർ കഴിഞ്ഞ് കയറിയാൽ ഇതാണ് ഇസ്രായേലാണ്. അപ്പോൾ അവരെന്ത് പവർഫുള്ളായിരുന്നെന്ന് അറിയാം ഈ 2025 മുമ്പ്. ഇപ്പോൾ ഒരു വീക്കായി ഹിസ്ബുള്ളയൊക്കെ. പക്ഷേ അപ്പോൾ ഇത് എന്നും തലവേദനയാണ് ഇസ്രായേലിന്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് അവസരമാണ്. ഇറാൻ വളരെ വീക്കാണ്. ഇറാൻ എല്ലാവരും കൂടെ ആക്രമിച്ച് ഇറാൻ ഇപ്പോൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സമയത്ത് ഒതുക്കാൻ പറ്റിയ ഹിസ്ബുള്ളയെ ഒതുക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇവർ ഇടിച്ച് കയറ്റി ലതാനി റിവറിന് അപ്പുറത്താക്കി.
അപ്പോൾ ഇപ്പോൾ അവിടെ ലെബണൻ ഗവൺമെൻറ് ഉണ്ട്, അവിടെ സുന്നികൾ, അവർ സുന്നി, ക്രിസ്ത്യൻ, ഡ്രൂസ്, മുസ്ലിംസ് ഇവരെല്ലാം കൂടെ വരുമ്പം ഇവന്മാർ ഹിസ്ബുള്ള 32% വളരെ കുറവാണ്, 32 ആണ്, മറ്റവരാണ് കൂടുതൽ. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഇത് കൂടുതൽ ലെബണനെ ഭരിക്കാൻ പറ്റും, ഇസ്രായേലിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ. പിന്നെ സിറിയയിൽ ഇറാനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സിറിയയിൽ ISISന്റെ ഹെഡാണ് അവിടുത്തെ പ്രസിഡന്റ്. ആസാദിനെ ഇതായിട്ട് സ്ഥാനപ്രശ്നമാക്കിയിട്ട്. അപ്പം ഇങ്ങനെ ഇസ്രായേലിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും അവരും തമ്മിൽ ഇപ്പോൾ അടുപ്പമാണ്. ഇപ്പോഴത്തെ അൽ-ഷറാർ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ഹാൻസം ആയിട്ടുള്ള ഒരു പ്രസിഡന്റാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ കമ്പനിയാണ്. പിന്നെ ഈ ലെബണനെ മാത്രം ഒതുക്കിയാതെ ഹുത്തികളെ ഒതുക്കി, പൈസ കൊടുത്ത് USA എല്ലാം കൂടെ ചേർന്ന് ഒതുക്കി. ഇപ്പോൾ വല്ലപ്പോഴും ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ ഒരു മിസൈൽ ഇടുന്നതാണ്, അവർ മിണ്ടായിരിക്കുകയാണ്. പിന്നെ ഇറാൻ്റെ സഹായം ചെല്ലുന്നില്ല. അപ്പോൾ ഇറാനെ റിവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇസ്രായേൽ ഈ ലെബണൻ്റെ ഇതിനകത്ത് ഇനി വിഷയമാക്കിയാൽ ഈ കരാർ തെറ്റും. ലെബണനിൽ ഇനിയും അവർ നിലം പരിശാക്കും. ഇത് ബെസ്റ്റ് ലെബണനും സപ്പോർട്ടാണ്, ലെബനൻ ഭരണകൂടം സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പങ്കാളിത്തം ഇല്ലാതെ അമേരിക്ക ഇങ്ങനെ ഒരു ഓടിപ്പടച്ചൊരു കരാറും കൊണ്ടുവന്ന് ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറ് നേരത്തെ ഞാൻ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ദർ ഈസ് വാർ ആൻഡ് ബാറ്റിൽ. വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാറാണ്. വാറ് പറഞ്ഞല്ലോ, അത് സ്ഥാനഭ്രഷ്ടരാക്കും ഇറാനികളെ, ന്യൂക്ലിയർ വെപ്പൺ തരണം, ഇങ്ങനെ കുറേ മൂന്നെണ്ണം പ്രധാനം ഇതാണ്. ന്യൂക്ലിയർ വെപ്പൺസ് ഇറാഡിക്കേറ്റ് ചെയ്യണം, ഞങ്ങളുടെ തരണം. അപ്പോൾ അത് ആ ഒരു ലോകമായിട്ട് വരുമ്പോൾ വാറാണ്. ആ വാറ് USA തോറ്റു. പക്ഷെ ബാറ്റിൽ USA ജയിച്ചു. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബാറ്റിൽസ് അതെല്ലാം USA ജയിച്ചു. പക്ഷെ അതുകൊണ്ട് വാർ ജയിക്കാൻ പറ്റിയില്ല. വിയറ്റ്നാം വാറിൽ അമേരിക്ക തോറ്റു, പക്ഷെ ബാറ്റിലിൽ അമേരിക്ക ജയിച്ചു. അവിടെ ഒരുപാട് ബാറ്റിൽസ് വന്നു, അതെല്ലാം USA ആണ് ജയിച്ചത്. അതുപോലെ ഇറാനിൽ USA വലിയ ഒരു നാശം ഉണ്ടായിട്ടില്ല. USA വാറിൽ തോറ്റു, പക്ഷെ ബാറ്റിലിൽ ജയിച്ചു. ഇറാൻ നേരെ തിരിച്ചാണ്, ഇറാൻ വാറിൽ ജയിച്ചു. കാരണം നിങ്ങൾ എന്തോന്ന് പറഞ്ഞു വന്നത്, മറ്റേ ന്യൂക്ലിയർ വേണം, മറിച്ച ഒന്നും നടന്നില്ലല്ലോ. തലക്കെട്ടുകാരൻ മാറി വേറൊരു തലക്കെട്ട് വന്നു. അതായത് പിന്നെ കമ്മലിട്ടവൻ പോയി ജിമിക്ക് ഇട്ടവൻ വന്നു. അതിനിപ്പം ബാക്കി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പെഷാഷ്കിന്റെ കയ്യിലാണെങ്കിൽ പ്രശാന്ത് പറഞ്ഞ പോലെ ഓക്കെ, ഇത് മുന്നോട്ട് പോകും. അതല്ല, വീണ്ടും തലക്കെട്ടുകാര് പുരോഹിതന്മാരാണ് ഇതിനെ ഭരിക്കുന്നത്. IRGCയുടെ കയ്യിലാണെങ്കിൽ ഇത് ശരിയാവില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ് ശരിയാവില്ല, ഇത് തെറ്റും. പിന്നെ പ്രശാന്ത് ചോദിച്ച പർട്ടിനൻ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ട്രംപ് നവംബറിൽ മിഡ് ടൈം ഇലക്ഷനാണ് അമേരിക്കയിൽ. അപ്പോൾ ഡെമോക്രാറ്റ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബാറ്റിലിന് അവർ അഗൻസ്റ്റ് ആണ്, വാറിന് അഗൻസ്റ്റ് ആണ്. ഇറാൻ്റെ അടുത്ത് പോകേണ്ട. ഒബാമ സൈൻ ചെയ്ത കരാറിൻ്റെ വിരുദ്ധമായിട്ടാണ് ഇത്. ഒബാമ ഈ ന്യൂക്ലിയർ കരാറിൽ നിന്ന് പിൻവാങ്ങിയല്ലോ. അപ്പോൾ അത് ഇറാന് ഗുണമായിട്ട് വന്നു, ഇഷ്ടം പോലെയൊക്കെ ചെയ്യാൻ. അപ്പം ഒബാമയെ ക്രിട്ടിസൈസ് ചെയ്താണ് ഇദ്ദേഹം വന്നത്. അതിനേക്കാൾ ഹ്യൂമിലേറ്റിങ് ഇപ്പം തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വാർ തോറ്റു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇലക്ഷന് ഫേസ് ചെയ്യാൻ വേണ്ടി ആണ് നിൽക്കുന്നത്. അപ്പോൾ ട്രംപ് ജയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇലക്ഷന് ജയിക്കുകയാണെങ്കിൽ നവംബറിൽ ജയിക്കുകയാണെങ്കിൽ ഡിസംബറിൽ തന്നെ ഇത് മോശമാവാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ യാതൊരു കോംപ്രമൈസ്. ഇസ്രായേലിന് ഒറ്റ ഇപ്പോൾ ഈ ഹിസ്ബുള്ളെ തകർക്കുക, പിന്നെ ഒക്കോങ്കൽ ഇറാനെയും അമേരിക്കയുടെ സഹായം ഇല്ലാതെ ഇസ്രായേൽ അടിക്കും. അപ്പോൾ പെഷാഷ്കിനാണ് വരണമെങ്കിൽ അഗാച്ചിയും പെഷാഷ്കിനും കൂടെ ചേർന്നുള്ള ഭരണമാണെങ്കിൽ ഇസ്രായേലുമായിട്ട് ഒരു നല്ല ബന്ധം വരും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺ വേണ്ട. എന്തിനാരെ അടിക്കാൻ ന്യൂക്ലിയർ വെപ്പൺ? ഇപ്പം നാളെ സൗദി പറയാണ് ഞങ്ങൾക്കൊരു 10 ബോംബ് വേണം. പിന്നെ ശ്രീലങ്ക പറയാണ് ഒരു റിയാക്ടർ ഇവിടെ ഇരിക്കട്ടെ. ആരെ? എന്തിന്? നമ്മളാണ് കോമൺ എനിമി. അപ്പം ഈ ഇറാൻ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല.
ഇസ്രായേൽ ബോർഡർ അല്ല, ബോർഡർ നെയ്ബർ അല്ല. അപ്പൊ ഒന്നുമല്ല, എന്നിട്ടും ശത്രുത. പിന്നെ ഉള്ളവർക്ക് പാകിസ്ഥാനുമായിട്ട് അവർ അളിയനുമായിട്ടാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം അവർക്ക് ഈ ന്യൂക്ലിയർ ബോംബൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് ജീവിച്ചു. എന്തിന് ന്യൂക്ലിയർ ബോംബ്? കിട്ടുന്ന പണം ലാവിഷായിട്ട് അവിടെ ഇഷ്ടം പോലെ. ലോകത്ത് സ്വിറ്റ്സർലൻഡിന് ന്യൂക്ലിയർ ബോംബുണ്ടോ? ലക്സംബർഗിന് ന്യൂക്ലിയർ ബോംബുണ്ടോ? ആർക്കും ഇല്ല. ഇപ്പം ജപ്പാനും ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ ന്യൂക്ലിയർ ബോംബ്, അല്ല ചൈനയ്ക്കല്ല, ജപ്പാനും നമുക്കും സൗത്ത് കൊറിയയും ഒക്കെ ന്യൂക്ലിയർ ഇതിലേക്ക് പോകുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പവർഫുൾ നെയ്ബേഴ്സ് ഉണ്ട് രണ്ടുപേര്. അതുപോലെ അല്ല ഇറാൻ അങ്ങനത്തെ വിഷയങ്ങളില്ല. ഇനി വല്ല വിഷയം ഉണ്ടായി വന്നാലേ ഉള്ളൂ, ടർക്കിയുമായിട്ടോ ഇറാഖോ ആയിട്ടോ. ഇപ്പം ഇല്ല. അപ്പം ഇപ്പം അവർക്ക് ന്യൂക്ലിയർ ആവശ്യമില്ല. അപ്പം ന്യൂക്ലിയർ എടുത്തില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ വേറെ വലിയൊരു അപകടം വീണ്ടും വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളെല്ലാം നിർത്തി, ഞങ്ങൾക്ക് ന്യൂക്ലിയർ ഒന്നും വേണ്ട, ന്യൂക്ലിയർ അതെന്തോന്ന് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഈ ഇരിക്കുന്ന ഈ അണ്ടർഗ്രൗണ്ട് ഇത്രയും ഇസ്രായേലിൻ്റെ തൊട്ടിപ്പുറത്ത് പോലും അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കിയത് അറിഞ്ഞില്ല. അണ്ടർഗ്രൗണ്ടിൽ കൂടെ വന്ന് ഈ സാധനം അവർ എടുത്തോണ്ട് പോയാൽ എങ്ങനെ അറിയാം? അണ്ടർഗ്രൗണ്ട് ടണൽ ഇപ്പം തന്നെ ഉണ്ടാക്കി കാണും. ഈ ഇഷാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ന്യൂക്ലിയർ റിയാക്ടറിലാണ് ഇത് സ്റ്റോർ ചെയ്യുമെന്ന് പറയുന്നത്. അവരുടെ എല്ലാ ന്യൂക്ലിയർ റിയാക്ടറിനടുത്തും ഇസ്രായേൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴെങ്കിലും അവർ ഇതെല്ലാം വയലേറ്റ് ചെയ്ത് രഹസ്യമായിട്ട് ഇത് ചെയ്യണമെങ്കിൽ അപ്പം വീണ്ടും യുദ്ധം പൊട്ടിപ്പറപ്പണം. അപ്പം ട്രംപ് വിചാരിക്കണം എന്ന് പറഞ്ഞാൽ, തൽക്കാലം എൻ്റെ കാര്യം ഇസ്രായേൽ എവിടെയെങ്കിലും പോയി ചാവട്ടെ എന്നുള്ളതാണ് ട്രംപിന്റെ. നവംബറിലെ മിഡ് ടേം ഇലക്ഷൻ അത് കഴിഞ്ഞ് മൊത്തം പിടിച്ചെടുക്കണം റിപ്പബ്ലിക്കൻസ്. അതാ ട്രംപ് തോക്കുകയാണെങ്കിൽ അത് ഒരു വിധത്തിൽ ലോകത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ ട്രംപിന്റെ പോളിസി ഗിവപ്പ് ചെയ്യണം. ഞാൻ ഇങ്ങനെയില്ല, നിങ്ങൾ ന്യൂക്ലിയർ അത് തന്നേ പറ്റൂ, ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പറയും. ഇപ്പൊ ഒരു അഴകുഴമ്പൻ നിലപാടാണ്. അങ്ങനെ ഇറാൻ ജയിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരിക്കും. എപ്പോൾ വേണമെങ്കിലും ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും ആ വെടിനിർത്തൽ ഒളിഞ്ഞു പോകാം. പക്ഷേ നിൽക്കുന്നിടത്തോളം കാലം അത് ആ മേഖലയിൽ സമാധാനം കൊണ്ടുവരട്ടെ. നമുക്കും ഈ പറഞ്ഞതുപോലെ എണ്ണയ്ക്ക് ആവശ്യമുള്ളതാണ്, ഈ നമ്മുടെ LPG ഒക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് താൽക്കാലികമായ വെടിനിർത്തലിൽ നമുക്കൊരാശ്വാസം കണ്ടെത്താം. പക്ഷെ അത് ശാശ്വതമല്ല. അത് ശാശ്വതമാക്കാനുള്ള ഒരു നിലപാടുകളിലേക്ക്, അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ രാജ്യങ്ങളും, ഈ പറയുന്ന സംഘർഷത്തിൽ ഏർപ്പെടുന്നവരൊക്കെ ചെല്ലട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ കരുതാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.